ഹായ് ഹലോ. അപ്പം നമ്മൾ കഥ ഇന്നലെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിന്. അപ്പം നമ്മളത് ഇന്ന് രാവിലെ ഞാൻ വിചാരിച്ച് ഒരു പേജിലേക്ക് ഇങ്ങനെ ഒരു നല്ല പേപ്പറിൽ നല്ല വലുതാക്കി എഴുതി ഇതിൽ പിൻ ചെയ്ത് വീഡിയോ എടുത്ത് വിടാന്ന് വിചാരിച്ച്. അതൊന്നും ശരിയാവില്ല അന്ന്. അതൊക്കെ എന്തൊരു ബുദ്ധിമുട്ടാണ് ഇനി. അന്നൊക്കെ ഇത് ഇത്രയും എഴുതി ഉണ്ടാക്കിയ ഞാൻ ഇതൊക്കെ ഇനി എഴുതണ്ട. അപ്പം നമ്മൾ പറയാം. അപ്പം ഇന്നലെ 10 വർഷത്തിന് ശേഷം അവൾ ആ നാട് കണ്ട് സന്തോഷത്തിൽ ഇങ്ങനെ മതി മറന്നങ്ങനെ അവള് ഉല്ലസിച്ച് അവിടെ അങ്ങനെ ആ സ്ഥലങ്ങളൊക്കെ പ്രദേശങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ആ വഴിയോരൊക്കെ ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ കാണുകയാണ് കേട്ടോ. എവിടെ ഇല്ലാത്തൊരു സ്ഥലം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഞാൻ ആ കഥ വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആ നല്ല ഒറ്റയടിപ്പാത ഇങ്ങനെ ചെമ്മൻ നിറഞ്ഞ അപ്പുറം ഇപ്പുറമൊക്കെ നല്ല പുൽപ്പടർപ്പും കാടും പച്ചപ്പൊക്കെ ആയിട്ട് പിന്നെ ഒക്കെ കാണുകയാണ് ഞാൻ. കണ്ടുകൊണ്ടാണ് എഴുതി. അങ്ങനെ അവളിങ്ങനെ നടക്കുമ്പോൾ അവളെ കയ്യിൽ ബാഗുണ്ട്. പിന്നെ ട്രെയിനിൽ നിന്ന് ഇതിൽ ഞാൻ വണ്ടിയിൽ നിന്ന് എഴുതി. അന്ന് വണ്ടി, ഇന്നിപ്പോൾ ട്രെയിൻ അന്നും ട്രെയിൻ തന്നെയാ പറയാം. പക്ഷേ ഇവിടെ അന്ന് ഇതാണ് എഴുതിയത്. അപ്പോൾ ട്രെയിനിൽ ഇരുന്ന് വായിക്കാൻ വേണ്ടിയിട്ട് ഒരു വാരിക ഉണ്ടായിരുന്നു. അത് വായിച്ചും കൊണ്ട് നിൽക്കുമ്പോൾ അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത്, അവൾ താമസിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അതിപ്പോൾ പറയാൻ പാടില്ല. അങ്ങനെ അവൾ എന്തൊക്കെയോ ചിന്തിച്ചും കൊണ്ട് ആ വാരിക ഇങ്ങനെ വീശി 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 നടക്കുന്ന സമയത്ത് ഒരു ബൈക്കുകാരങ്ങനെ അവളെ തൊട്ടില്ലാന്ന് പറഞ്ഞങ്ങോട്ട് പാസ് ചെയ്തിട്ടൊന്നും അവൾ അറിയുന്നില്ല. അവളെ എന്താ വെച്ചാൽ അത്രയും വർഷങ്ങൾക്ക് 10 വർഷങ്ങൾക്ക് ശേഷം കാണില്ല. അപ്പോൾ ആ നാട് കണ്ടപ്പോൾ അവളെ കുട്ടിക്കാലൊക്കെ ഓർമ്മ. അപ്പോൾ അവൾ കളിച്ച് വളർന്ന നാടാണ്. അപ്പോൾ തിരിച്ചു വരികയാണ് അവൾ ഇങ്ങോട്ടേക്ക്. അപ്പം ബാക്കിൽ നിന്ന് ഒരു സൗണ്ട് വയ്ക്കും, കൈമുട്ടുന്ന സൗണ്ട്. അത് കേട്ടാൽ അവൾ ഒന്ന് തിരിഞ്ഞു വെക്കും. ഹലോ എന്നുള്ള വിളിയൊക്കെ കേട്ടപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ആൾ ബൈക്കിലിരുന്നിട്ട് അവൾക്കിങ്ങനെ നിലത്തേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ്. അത് കൈമെന്ന് വീണതാണെന്ന് പറഞ്ഞിട്ട്. അതായത് അയാളത് കാണുകയാണ്. ഇവളിങ്ങനെ പോണ സമയത്ത് അത് വീണ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അപ്പം തന്നെ പാസ് ചെയ്ത പാടാണ് അവളെ വിളിച്ച്. അപ്പോൾ അവൾ ഇങ്ങനെ താഴോട്ടൊക്കെ നോക്കുമ്പോൾ ഒരു ഫോറിൻ കവർ. അപ്പോഴാണ് അവൾ ഓർക്കണത്. കാരണം അവൾ വീട് കൂട്ടി വരുന്ന സമയത്ത് പോസ്റ്റ്മേ വന്നിട്ട് അവൾക്ക് കൊടുക്കുക. അവളെ ഡാഡി ഫോറിനിലാണ്, ദുബായിൽ. അന്നൊക്കെ ഫോറിൻ എന്ന് പറഞ്ഞ എൻ്റെ മക്കളെ കഴിഞ്ഞ കഥ. അപ്പം പിന്നെ അവിടുന്ന് വന്ന കത്താണ്, അവളെ അച്ഛൻ അവൾക്ക് അയച്ച കത്താണ്. അപ്പോൾ അവൾ വായിക്കാനൊന്നും നേരമില്ല, ട്രെയിനിൻ്റെ സമയമൊക്കെ അയക്കുന്നത്. അപ്പോൾ അവൾ തിരക്കിട്ട് പോയി. പിന്നെ ട്രെയിനിൽ നിന്നാണ് അവളത് വായിച്ച് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു അവൾ അതെല്ലാം ബാഗിൽ വെച്ചിട്ടാണ് പോയത്. ബാഗിൽ നിന്ന് എടുത്ത് ട്രെയിനിൽ നിന്ന് കത്തൊക്കെ വായിച്ച് അവൾ ആ വാരികേൻ്റെ ഉള്ളിൽ മടക്കി വെച്ച് ആ വാരിക ഇങ്ങനെ ചുരുട്ടി. അന്നൊക്കെ വാരികയാണ്. ഇപ്പം നമ്മളെ TV അല്ലേ. പിന്നെ നമുക്ക് എന്താ ഉള്ളത്, യൂട്യൂബ്. അയ്യോ ഇപ്പം TV പോയി, TV ഔട്ടായി. ഇപ്പം നമുക്ക് ഫോണ്, യൂട്യൂബ്, ഓളിക്ക് ഇൻസ്റ്റാഗ്രാം, പിന്നെ യൂട്യൂബ്, ഇതൊക്കെയാണ് നമുക്കിപ്പോൾ ഫേമസ്. അപ്പോൾ അതിന്ന് വീണ കത്താണ്. അപ്പോൾ അവള് അയാളെ അടുത്ത് തന്നെയാണ് ഈ കത്ത് കിടക്കണം. അന്നൊക്കെ ഫോറിൻ കവർ എന്ന് പറഞ്ഞാൽ ഇത്ര വീതി നീളം ഉണ്ടാവും. അതിനൊക്കെ ഇങ്ങനെ 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 ഒരു കള്ളി ഉണ്ടാവും, ഒരു ചുവപ്പ് നീലയായിട്ട്. അപ്പോൾ അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. കത്ത് കാണാൻ തന്നെ ഭംഗിയാണ്. അത് ഫോറിത്തിയാന്ന് നമുക്ക് വേഗം മനസ്സിലാവും. അല്ലെങ്കിൽ മറ്റേത് എന്താ നമ്മൾ നീല ഇല്ലണ്ട്. പിന്നെ ലക്കൂട്ട് കവറിലൊക്കെ അയക്കും, പോസ്റ്റിംഗ് കവറിലൊക്കെ അയക്കും. അപ്പോൾ അവള് മെല്ലെ മടിച്ചെന്ന് പറഞ്ഞാൽ ആ ആൾ അവിടെ തന്നെ ഇരിക്കുക, വണ്ടീൻ്റെ മുകളിൽ തന്നെ ഇരിക്കുക. അപ്പം അതിൻ്റെ അടുത്തേക്ക് പോയി എങ്ങനെയാണ് എടുക്കാന്ന് വിചാരിച്ചിട്ട് അവള് ഇങ്ങനെ മടിച്ച്. ഒക്കെ എല്ലാത്തിനും ഒരു പേടിക്കുള്ളൊരു കുട്ടിയാട്ടോ, നല്ലൊരു അടക്കം ഒതുക്കമുള്ള കുട്ടിയാണ്. അപ്പോൾ അവൾ മെല്ലെ പോയി കുനിഞ്ഞ് അതെടുത്തോള് ഇങ്ങോട്ട് തിരിയുമ്പം തന്നെ അവൻ പറയും, പിന്നെ കയ്യിലുള്ളതൊക്കെ മുറുക്ക പിടിച്ചിട്ട് നടന്നോട്ടോ, കൂട്ടലും കഴിക്കലൊക്കെ വീട്ടിൽ ചെന്നിട്ട് പോരേന്ന്. അപ്പോൾ തിരിഞ്ഞൊക്കാണ്ട് അങ്ങോട്ട് നടക്കും. അപ്പോൾ വണ്ടീൻ്റെ ഒച്ച കേൾക്കും, സ്റ്റാർട്ട് ചെയ്ത് വിടുന്ന ഒച്ച കേൾക്കും. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ വണ്ടി എവിടെയോ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ അവൾ പിന്നെയും സന്തോഷത്തോടെ നടക്കുക. വീടെത്താനായി. വീടും സ്ഥലമൊക്കെ ചെറുപ്പത്തിൽ കണ്ട ഓർമ്മയാണ്, 10 വർഷം മുമ്പുള്ള ഓർമ്മയാണ്. പിന്നെ പല പുരോഗമനങ്ങളൊക്കെ വന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇത് ഞാൻ എഴുതിയ പോലെയല്ല വായിക്കുന്ന, ഈ കഥ അങ്ങനെ പറയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ ഞാൻ കൂട്ടി പറയുമോ? അതൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ കോമഡികളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ പുറത്താണ്. ഞാനിപ്പം നമ്മളെ ഭൂമിദേവിയിൽ നിലത്തിരുന്നിട്ടാണ് നമ്മളെ കഥ പറയണത്. എല്ലാവരും ഇതൊന്ന് കാണണം, അത്രയേ ഉള്ളൂ നമുക്ക്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ചമ്രം പടിഞ്ഞ് ഇരുന്നിട്ട് വേണം ഈ കഥ പറയാനെന്നാണ്. ഞാൻ ചമ്രം പടിഞ്ഞിട്ടായിരിക്കും, നിങ്ങൾക്ക് കാണാൻ പറ്റായിട്ടാണ്. കട്ടിലുമ്മിലാണ് ഏത് ബ്ലഫോൺ. അങ്ങനെ അവൾ പോകുന്ന ആരടുത്തേക്കാണ്? അവളെ ചെറിയമ്മ, അവളെ അമ്മേൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്കാണ് അവൾ പോകുന്നത്. അമ്മേൻ്റെ അനിയത്തിൻ്റെ അടുത്ത് നിന്നിട്ടാണ് അവൾ വളർന്നത്. അതൊക്കെ ഒരു കഥയാണ് പറയണത്. അങ്ങനെ
ചെറിയമ്മ കത്തിലൂടെ അവൾക്ക് പറഞ്ഞു കൊടുത്ത് ഇന്ന മാതിരിയാണൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വഴി മാറിയതും വഴിക്ക് പുതുമുള്ളതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഒക്കെ നല്ല പരിചയം. ആ വഴിയൊക്കെ ചെറുപ്പത്തിൽ കണ്ട ഓർമ്മയുണ്ട്. പക്ഷേങ്കിൽ പുതുക്കൊക്കെ ഉണ്ടെങ്കിലും വലിയ ചെറിയമ്മ പറഞ്ഞു കൊടുത്തിട്ട് ആ വഴിനോടൊക്കെ നല്ല ഓർമ്മകളാണ്, നല്ല ഓർമ്മകൾ. അപ്പം അവളെ വിളിക്കാനും പറയാനൊക്കെ ഉള്ളത് ഈ ചെറിയമ്മയാണ്. അങ്ങനെ അവൾ ചെറിയമ്മൻ്റെ അടുത്തേക്ക് വരികയാണ്. വരുമ്പോൾ അവൾ ചോദിക്കുകയാണ്, അങ്ങനെ തിരുവിലൊരു പൂക്കാരി വരുന്നുണ്ടാവും. അപ്പോൾ അവരോട് ചോദിക്കും, ആ മാധവൻ നായരുടെ വീട് എവിടെയാണെന്നൊന്ന് പറഞ്ഞു തരുമെന്ന്. എന്താ വെച്ചാൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വളവൊക്കെ ഉണ്ട്. അപ്പോൾ കഥയിൽ ചോദ്യമില്ല കേട്ടോ, ഞാനിതിലുള്ള പോലെ അങ്ങോട്ട് പറഞ്ഞു തരാതെ. അപ്പോൾ പൂക്കാരൻ പറഞ്ഞു, അതാ ആ വളവ് തിരിയനോട് തന്നെ, അതാ അപ്പോൾ അങ്ങോട്ടൊരു വഴി ഇങ്ങോട്ടൊരു വഴി അങ്ങനെ 3 വഴി. അപ്പോൾ ഒക്കെ വേഗം അത് മനസ്സിലായി. ആ വഴി അങ്ങനെ തന്നെ ഉണ്ട്, വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലാണ്ടുണ്ട്. അങ്ങനെ അവൾ അങ്ങോട്ട് ചെന്ന് അവിടെ എത്തിയാന്നുണ്ടെങ്കിൽ വലിയൊരു പറമ്പാണ്. ആ ഇടവഴിയിൽ നിന്ന് ഭയങ്കര വലുപ്പമാണ് പറമ്പിന്. ആ പറമ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇതൊന്നും കെട്ടിയില്ല, മതിലൊന്നും കെട്ടിയിട്ടില്ല, ഇങ്ങനെ എകരാണ്, മണ്ണുകൊണ്ട് തന്നെ എകരാണ്. എന്നിട്ട് അവിടെ ഇങ്ങനെ 3 സ്റ്റെപ്പാണ്. എന്നിട്ട് പിന്നെ ഇപ്പുറം ഇങ്ങനെ സൈഡിലൊക്കെ പിന്നെ മതിലുണ്ട്. മതിലും ഇപ്പൊ കേട്ട ഇപ്പൊ ഞാൻ മതിൽ കെട്ടി. മതിലുണ്ട് എന്ന് പറഞ്ഞാല് എന്താ പറയാ, ഇതില് പഠിപ്പുരണ്ട്. അപ്പൊ നമുക്ക് മതിലുണ്ട്. ഞാൻ അതൊന്നും മുഴുവൻ വായിച്ചില്ല കേട്ടോ, എൻ്റെ ഓർമ്മയിൽ ഞാൻ എഴുതിയ കഥയില്ല, ഓർമ്മ വെച്ച് പറയാണ്. ഇനി എന്തായാലും വായിച്ചിട്ട് വേണം നിങ്ങളടുത്ത് പറയാൻ, ഇല്ല ഇങ്ങനത്തെ കോമഡി ഒക്കെ ഉണ്ടായിപ്പോ. അപ്പോൾ പഠിപ്പുരയുണ്ട്, സ്റ്റെപ്പും ഉണ്ട്. അതെനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. കാരണം വെച്ചോളം അവിടെ ഇരുന്ന് പോയി പല്ലേക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ. അപ്പോൾ അവളാ പഠിപ്പുര ഇങ്ങനെ കയറി വരികയാണ്. എന്നിട്ട് അവളെ അമ്മേൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ ചെയ്യുക, അവിടേക്ക് കയറി വരികയാണ്. അവിടെ വരെ ഇനി അങ്ങോട്ട് വായിച്ചിട്ട് പറയില്ലെങ്കിൽ ഇപ്പം ഞാൻ മതിൽ കെട്ടി വരും. പിന്നെ ഒരു പുതുമ ഞാൻ ഉണ്ടാക്കും. അപ്പം ഇനി ബാക്കി നൈറ്റിൽ പറയാം. ഇപ്പം ഉച്ചയാണ്, ഉണ്ണേട്ട വരാനായി. അപ്പം ഞാനില്ലേ ഈ കഥ എന്ത് വിചാരിച്ചാൽ ഇത് പറഞ്ഞുണ്ടാക്കാൻ കുറച്ചെന്നായി ഇപ്പല്ലേന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു അല്ല നമുക്ക് ഓരോ 2 പേജായിട്ട് ഇതിൽ ആഡ് ചെയ്ത് വിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഈ കുഞ്ഞ് അക്ഷരങ്ങൾക്ക് തിരിയോന്നറിയില്ലാണ്ടോ മനുഷ്യന്മാരെ ഭ്രാന്ത് വരും. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, നല്ല ഹാൻഡ് റൈറ്റിംഗ് ഒക്കെയാണ്. നമ്മളെ ഹാൻഡ് റൈറ്റിംഗ് നമ്മൾ കുറ്റം പറയില്ല, പക്ഷെ അത് കാണാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ഞാൻ എന്ത് വെച്ച് ഒരു ബുക്കും പെന്നൊക്കെ എടുത്ത് രാവിലെ കറിയൊക്കെ വെക്കലൊക്കെ കഴിഞ്ഞ ഒരു 11 മണിക്ക് ഞാൻ എഴുതായിരുന്നു. പക്ഷേ അതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെ. അപ്പം ഞാൻ ഈ പേജ് തന്നെ ഫോട്ടോ എടുത്ത് എൻ്റെ മോൻ അയച്ചു കൊടുത്തു. ഓനോട് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ ഇങ്ങനെ അമ്മൻ്റെ സ്റ്റോറി ഇതിലിടാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓനതൊന്നും വായിച്ചില്ലല്ലോ, അത് ഇടണ്ട, അതാണെന്നൊന്നും ഓനറിയില്ല. അപ്പോൾ അവൻ പറഞ്ഞു ആ അമ്മയൊക്കെ അതിട്ടോളുണ്ട്. കാരണം വെച്ചാൽ ഓരോരുത്തർ ഓരോ സ്റ്റോറികളൊക്കെ ഇടാറുണ്ട്. ഇത് അമ്മ എഴുതിയ കഥയല്ലേ, അതങ്ങനെ അമ്മ ഇടുകയാണെന്നുണ്ടെങ്കിൽ 4 ആൾ അറിയണമെങ്കിൽ അറിയട്ടെ എന്ന് പറഞ്ഞു. നമ്മൾ മോളാണ് അത് ഇടരുതെന്ന് പറഞ്ഞാൽ അവൾക്ക് സിനിമ ചെയ്യും എന്ന് പറഞ്ഞിട്ട് വെച്ച കഥയാണ്. അപ്പോൾ എന്താ പറയുക, ഇന്ന് ഞാൻ എന്ത് ചെയ്തു, ഒരു പേജ് ഫോട്ടോ എടുത്തും കണ്ട് ഓൻ പറക്കില്ലല്ലേ, ഓൻ അങ്ങോട്ട് ഇട്ട് കൊടുത്ത്, മോനെ എങ്ങനെ ഇത് വായിക്കാം. അപ്പം പറഞ്ഞു നടക്കട്ടെ എന്ന്. അപ്പോൾ വിചാരിച്ചു ഞാൻ അത് വായിക്കാന്ന്. ബുക്കൊക്കെ കണ്ടിട്ടുണ്ട്, വായിച്ചില്ല എന്നുള്ള ആള്. പക്ഷെ കഥയൊക്കെ കേട്ടിട്ടുണ്ട്. കുറച്ച് ആൾക്കാർ ഓരോരുത്തർ പറഞ്ഞു കൊടുത്തിട്ട് അതിൻ്റെ കഥകളൊക്കെ കുറച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വിചാരം ഞാൻ അത് വായിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനാണെന്ന്. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ അടുത്ത് ഞാൻ പിന്നെ ഓൻ കണ്ടപ്പോൾ ഓൻ നടക്കട്ടെ അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ വായിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്ക്, എന്നിട്ട് പറയേ അമ്മയ്ക്ക് ഇന്ന് ഇതിലിടാനാണെന്ന് പറഞ്ഞു. അപ്പം ഉണ്ട് ഒരു വോയിസ്, അമ്മ ഇങ്ങനത്തെ മടിച്ചാവരുത് കേട്ടോ, അമ്മ അത് വായിച്ച് പറഞ്ഞു കൊടുത്താൽ മതി, അല്ലാണ്ട് ഈ പേജ് അങ്ങോട്ട് അതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നോള് ഓ എൻ്റെ അടുത്ത്. എന്താണ് പറയാ, സീരിയലൊക്കെ സീരിയലൊക്കെ കണ്ട് നമുക്ക് പ്രാന്തായി. കാരണം വെച്ചാൽ ഒരമ്മായിമ്മ ഉണ്ടാവും, ഒരു അടുത്ത അനിയത്തി ഉണ്ടെങ്കിൽ ഒരു പുരയിലേക്ക് കെട്ടിച്ചു വിടും, എന്നിട്ട് അവിടെ നിന്ന് ഒരുത്തി നല്ലത് ഒരുത്തി തല്ലി, അങ്ങനെയുള്ള കച്ചറകളാണ് നമ്മളെ സീരിയൽ. അതൊക്കെ നമ്മൾ പണ്ടത്തെ സീരിയൽ എന്താണ് അല്ലേ. ഞാൻ പണ്ടത്തെ സീരിയൽ എടുത്തു നോക്കാൻ ഏതറിയാം, ചന്ദ്രോദയം, അടിപൊളി ചന്ദ്രോദയം. പിന്നെ ഇതാണ് നമ്മളെ ഇതെനിക്കിഷ്ടം കേട്ടോ, നമ്മളെ ചന്ദനമഴൻ്റെ തമിഴ് ദൈവം തந்த വീട്. അതാണ് ഞാൻ എടുത്തിപ്പോൾ കാണുന്നത്. തമിഴ് കേൾക്കാൻ ഭയങ്കര സുഖം കിട്ടാം. അപ്പോൾ വന്നിട്ട് ചോദിക്കും ഇപ്പോൾ തമിഴൊക്കെ ആയോ അമ്മ കാണല്.
തമിഴൊക്കെ പറയാനൊക്കെ തോന്നിക്കും. നല്ല സുഖം കേട്ടോ തമിഴ് കേൾക്കാനും. തമിഴ് പിന്നെ ദൈവം തന്റെ വീട് കണ്ടപ്പോഴേ പിന്നെ മലയാളം ചന്ദനമഴ. അങ്ങനെ ചന്ദനമഴ ഞങ്ങൾ പൂർണ്ണമായിട്ട് വന്ന് കണ്ടതാണ്. കാരണം വെച്ചാൽ എൻ്റെ ഉണ്ണിയുടെ ഒരു സീരിയലും ഒന്നും കാണാനില്ല. ആ സമയത്ത് എന്തോ മഴക്കാലമായിട്ട് ഉണ്ണിയേട്ടന് പുറത്തേക്ക് പോകേണ്ട 2 എപ്പിസോഡ് ഞങ്ങളെ നിർബന്ധത്തിന് അല്ലെ ഉണ്ണിയേട്ടൻ വെക്കാൻ ശ്രമിക്കില്ല. ഉണ്ണിയേട്ടൻ്റെ വാർത്ത കണ്ടതൊക്കെ കാണും. അപ്പം ഞങ്ങൾ ശല്യം കൊണ്ട് ഉണ്ണിയേട്ടൻ വെച്ചെന്നപ്പോൾ ഈ അമ്മായിമ്മപ്പോരും അമ്മായിമ്മൻ്റെ അഡിക്റ്റീവ് ഇതൊക്കെ കണ്ടപ്പോൾ ഉണ്ണിയേട്ടൻ ഭയങ്കര ഇഷ്ടമായിട്ടോ. 2 എപ്പിസോഡ് ഉണ്ണിയേട്ടൻ കണ്ട്. പിന്നെ 3ൻ്റെ അന്ന് ഉണ്ണിയേട്ടൻ അങ്ങനെ പുറത്തു പോയിട്ട് പിന്നെ ആ സമയത്ത് പറയാണ് എനിക്ക് പോകണം, ഫ്രണ്ട്സിനോട് എനിക്ക് പോകണം ചന്ദനമഴ തുടക്കാൻ. അങ്ങനെ കുറേയൊക്കെ മുമ്പിൽ കണ്ടു. പിന്നെ അലങ്കോലാകുമ്പോൾ പിന്നെ കാണൂല. നമ്മൾ സീരിയൽ ഫുള്ള് എപ്പോഴും കാണൂലല്ലോ. കുറേ കഴിയുമ്പോൾ തന്നെ ഒരു ടൈം മാറ്റും, പുതിയ സീരിയൽ മുന്നിലിടും. അങ്ങനെയൊക്കെ ആയിട്ടാണ്. പക്ഷെങ്കിലും ഇവിടെ ഇതൊക്കെ ഉണ്ടല്ലോ നമ്മൾ പണ്ട് കണ്ട എന്തേനു ഞാനിപ്പോൾ പറഞ്ഞ എന്തേനു അതിൻ്റെ പേര് എന്നിട്ട് ചന്ദ്രോദയ. അപ്പം ഞാൻ അങ്ങനെ വിചാരിക്കുകയാണ് ഒരു സീരിയൽ ഉണ്ടേനി, അതിൻ്റെ പേരെന്താ എനിക്ക് ഓർമ്മയേ ഇല്ല. അപ്പം ഞാൻ ഇതിലുള്ളൊരു പ്രായമായ ഒരു സ്ത്രീ ഉണ്ട്, എൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ഇനി. അപ്പോൾ അതിൽ പറയണ്ടേ ഞാൻ ആദ്യം തന്നെ വന്നത് ചന്ദ്രോദയ സീരിയലിലാണെന്ന് പറഞ്ഞ പഠനം എനിക്ക് പിടിയിട്ട് ചന്ദ്രോദയം. അപ്പം ഞാൻ അടിച്ചെടുത്ത് ചന്ദ്രോദയം കണ്ട് ഫുള്ള് കണ്ട്. ഞാൻ 3 ദിവസം കൊണ്ട് ഞാൻ ഫുള്ള് അടിച്ച് പെറുക്കി കണ്ട്. അടിപൊളി സൂപ്പർ സീരിയലാണ്. അതേമാതിരി ഇതിൽ അമ്മായിമ്മപ്പോരെ മറ്റേപ്പോരൊന്നുമില്ല. ഇതൊരു വെറൈറ്റി കഥയാണ്. എല്ലാവരും കാണുമെന്ന് ശുഭപ്രതീക്ഷയുടെ നമ്മൾ ഈ ഇന്നത്തെ എപ്പിസോഡ് നിർത്തുന്നു. ടാറ്റാ, ലവ് യു. ഉമ്മ ചക്കരമ്മ പഞ്ചാരമ്മ. പിന്നല്ലേ ഞാനൊരു കാര്യം കൂടി പറയാം. ഞാനില്ലേ ഈ കഥ പറയണ്ട വിചാരിച്ച എന്താ പറയുക, ഈ കഥയിൽ കുറേ റൊമാൻറ്റിക്കും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ട് വായിക്കുമ്പോൾ അതൊരു സുഖമല്ലേ. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ അത് റൊമാൻറ്റിക്കായിട്ടൊക്കെ പറയുമ്പോൾ എനിക്ക് പറയണതിന് ഒരു കുഴപ്പമില്ല. ഞാൻ വേണമെങ്കിൽ അതേപോലെയൊക്കെ പറഞ്ഞു തരും. ഒക്കെയാണ്. ഇനിയിപ്പോൾ എന്ത് വിചാരിക്കും, ഓരെന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും. പിന്നെ എൻ്റെ മോനെനിക്ക് പേടിയില്ല എന്നുള്ള ഇങ്ങനെ കണ്ട കാര്യങ്ങളൊന്നും എനിക്ക് പറഞ്ഞിട്ട് കുഴപ്പമില്ല. അപ്പം അങ്ങനെയൊക്കെ പറയുന്നവനറിയാം. പിന്നെ ഉണ്ണിയേട്ടനും പേടില്ല, ഉണ്ണിയേട്ടത് കാണൂല. എൻ്റെ കട ഇങ്ങനെ കൊണ്ട് നീക്കിയിട്ട് ഒരു ലൈക്കിട്ട് പോകും, കാണൂല. അപ്പോൾ പിന്നെ മോളെനിക്ക് പേടിയാണെന്ന്, എനിക്ക് വിളി വരും. നിങ്ങൾക്ക് അറിയാം. ഇപ്പം ഇതുണ്ടേനല്ല എന്താണ് ശ്രീകൃഷ്ണ ജയന്തി. ഞാൻ നിങ്ങളോട് പറയണമെന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തിക്ക് നമ്മളെ കണ്ണനെ എവിടുന്ന് പ്രാർത്ഥിച്ച് പൂമാല കെട്ടി ഞാൻ എൻ്റെ കണ്ണനെ എവിടെ പൂജിച്ച് ആരാധിച്ച് യൂട്യൂബിലിട്ട് സ്നേഹിച്ച് പായസം വെച്ച് കണ്ണന് കൊടുത്ത് ഇതൊക്കെ ഞാൻ ഇവിടെ ചെയ്തോളൂ. ഞാൻ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയില്ലേ, പോവാൻ നമുക്ക് നേരം ഉണ്ടല്ലോ. രാവിലെ നമുക്ക് അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ഇവിടുത്തെ പണിക്ക് കഴിഞ്ഞാൽ പിന്നെ ഈ നായ്ക്കുട്ടികളൊക്കെ നോക്കി പിന്നെ നമുക്ക് നേരം ഉണ്ടാവില്ല. പിന്നെ കണ്ണനെ ഇവിടുന്ന് പുന്നാരിച്ചമച്ചൊക്കെ ചെയ്ത് അപ്പോൾ വൈകുന്നേരം നമ്മൾ ഘോഷയാത്ര വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഓളെ ഫ്രണ്ടുമാണ് പോവല്. അവളെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ അടുത്തുള്ള. അപ്പോൾ ഓരാണ് പോകാറ്, ഞാൻ പോകില്ല. അപ്പം ഞാൻ വേഗം പോയി. ഇവരൊക്കെ പോകേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാം. എന്തിന്, നമ്മൾ യൂട്യൂബിലിടാൻ വേണ്ടി കണ്ടന്റ് വേണ്ടേ. അപ്പം നമ്മൾ വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അല്ലെ ആരോടെങ്കിലും ഒന്ന് പിടിച്ചു കൊണ്ടുവരും പറഞ്ഞാൽ തലയും വാലും ഇല്ലാണ്ട് പിടിച്ചുകൊണ്ടുവരും. അപ്പം ഞാനതൊന്ന് പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ പിടിച്ചും കൊണ്ടിരിക്കുമ്പോൾ പെരും മഴ, നല്ല മഴ. അപ്പം ഞാൻ സ്വർണ്ണേച്ചി ഉണ്ട്, ലിനമോളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഓരോരുത്തൊന്നും മാറിയിട്ടാണ് ഞാൻ പിടിക്കുന്നത്. കാരണം വെച്ചാൽ ഇവർ വല്ലാതെ സൗണ്ടിൽ സംസാരിക്കുക, അപ്പം നമ്മളെ വീഡിയോയിൽ പെടും. അപ്പം ഞാൻ ഇവരുടെ അടുത്തുനിന്ന് മാറിയിട്ട് ഞാൻ ഏച്ചിനോട് ഞാൻ പുള്ളിയിലേക്ക് പോയിട്ട് ഞാൻ വീഡിയോ പിടിക്കട്ടെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ പിടിച്ചുകൊണ്ട് നിന്ന് കുറേ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേന് പെരുത്ത മഴ ചെയ്താൽ പറഞ്ഞ് ഞാൻ ഷാളും കണ്ട് തലയിലിട്ട് കണ്ടിട്ട് ഞാൻ ഓടി കണ്ടിട്ട് ഒരു ബസ് സ്റ്റോപ്പ് കയറി. അപ്പോൾ ബസ് സ്റ്റോപ്പ് അല്ലേ ഇനി അത് എന്തേനെന്നറിയാം, കുറേ ആൺകുട്ടികളുണ്ട്, വലിയ ബോർഡ്, നമ്മളെ ശ്രീകൃഷ്ണ ജയന്തിൻ്റെ ബോർഡ് ഇങ്ങനെ അപ്പുറം പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിൽക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി നിന്ന്. അപ്പോൾ അതിങ്ങൾ വേഗം ഞാൻ കയറി നിന്നപ്പോൾ വേഗം ഒതുങ്ങി നിന്ന്. എന്താ വെച്ചാൽ എൻ്റെ മോനേക്കാളും ചെറിയ മക്കളാണ്. അങ്ങനെ ഞാൻ കുറച്ചു നേരം അവിടെ നിന്ന് ഞാൻ പറഞ്ഞു മക്കളെ ഞാൻ അത് ബസ് സ്റ്റോപ്പ് കയറി, അതിനെന്താ വെച്ചാൽ ഞങ്ങൾ അവിടെ ഒന്നോളി നേർന്നെ. അങ്ങനെ മഴ ഇത്തിരി വിട്ട പറഞ്ഞ് ഞാൻ ഓടി വരെ അടുത്തേക്ക് നിന്ന്. അങ്ങനെ ഞാൻ അങ്ങോട്ട് തിരിച്ചു പോരുകയാണ്. ഉണ്ണിയേട്ടൻ വന്ന് ബാക്കി ഞാൻ പിന്നെ പറയാം.